ബിരിയാണി ലവേഴ്സിന് വേണ്ടി ആലപ്പുഴയിൽ നിന്നും ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താൻ പോവാണ്. നല്ല ദം ബിരിയാണി, ചിക്കനും ദമ്മ്, ബീഫും ദമ്മ്. വിലയോ 70 രൂപയ്ക്കാണ് കേട്ടോ ഇത് രണ്ട് കൊടുക്കുന്നത്. മാത്രമല്ല ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് വരും. ഇത് തുടങ്ങിയിട്ട് 4-5 വർഷമായി. നമ്മളെ ഭക്ഷണം കൊടുക്കുന്നതിനൊരു ബർക്കത്തുണ്ട്. കഴിക്കുന്നവര് തൃപ്തിപ്പെട്ടാലും നമുക്ക് നാളെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കച്ചവടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ റാഹത്തായിട്ട് കഴിക്കണം, വയറാഴ്ച കഴിക്കട്ടെ. അതാണ് കൂടുതൽ പാർസലാണല്ലോ പോകുന്നത്. ഏറ്റവും കൂടുതൽ പാർസലാണ് പോകുന്നത്. കാരണം എല്ലാവരും ചെറിയ ചെറിയ പണിക്കാരല്ലേ, അവർക്ക് ആ പാട് ഒരു റെസ്റ്റ് കിട്ടും. ഇവിടെ 9 പേർക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ. ചെറിയ കടയാണ്, താമസവും ചെറിയ കടയും കൂടെ. ഒരു പാർസൽ കൊടുത്താൽ തന്നെ ഇത് ഒരാള് കഴിച്ചാലും ബാക്കിയാണ്. ഒരാള് കഴിച്ചാലും ബാക്കിയാണ്. അത്യാവശ്യം നന്നായി കഴിക്കാനുള്ള നന്നായിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് ചോദിച്ച ചോറ് കൊടുക്കോ? ചോറ് ആവശ്യക്കാർക്ക് ചോദിച്ചാൽ കൊടുക്കും. അങ്ങനെ അവർ ചോദിക്കാറില്ല. കാരണം 70 രൂപയ്ക്ക് വെക്കുന്നതായിട്ടുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇത് കൊടുക്കുന്നല്ലോ. ഒരു ചിക്കൻ ഫ്രൈ കടയിൽ നിന്ന് വാങ്ങിക്കണ 60 രൂപ. ഇവിടെ ബിരിയാണി 70 രൂപയ്ക്കാണ് വെക്കുന്നത്. അതും ബീഫ് 70 രൂപ, ചിക്കൻ 70. ഈ റേറ്റിൽ ഞാൻ ആദ്യം 100-110 രൂപയ്ക്കാണ് വിറ്റോണ്ടിരുന്നത്. അപ്പൊ കച്ചവടം വളരെ കുറവായിരുന്നു. അപ്പൊ ലാഭം കുറച്ച് കച്ചവടം കൂട്ടി. അതാണ് നമ്മുടെ ലക്ഷ്യം. 2 മണി, ചിലപ്പോ 3 മണി, ചിലപ്പോ 1:30 മണി. കച്ചവടത്തിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. പിന്നെ പിറ്റേ ദിവസം ഞാൻ തന്നെ, ഞാൻ വൈഫും അമ്മായിമ്മ എല്ലാവരും കൂടിയാണ്, ഫാമിലി ആയിട്ട്. വെളിയിൽ നിന്ന് ആരും ഇല്ല. അതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാം എല്ലാവർക്കും. ചിക്കനും ബീഫ് രണ്ടും ദമ്മ. കല്യാണ വീട്ടിൽ അതേ രുചിയാണ്. ഇപ്പൊ കഴിക്കുന്നവർക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അവര് പറയട്ടെ. ആദ്യം കല്യാണ വർക്കുകളൊക്കെ, കല്യാണ വീട്ടിലെ വർക്കുകളും ഓഡിറ്റോറിയത്തിലൊക്കെ ആളാണ്. അതെ, ഹാപ്പി ആയിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അനുഗ്രഹം പടച്ചനും കൂടെ ഇത് നമ്മൾ ആലപ്പുഴ വട്ടയാൽ എന്ന് പറയും. ആലപ്പുഴ വട്ടയാൽ ചർച്ച് റോഡ്. അവിടെ നിന്ന് ചോദിച്ചാൽ ജംഗ്ഷനിലൊക്കെ ചോദിച്ചാൽ അൻസിലിന്റെ ബിരിയാണി കടയെന്ന് ചോദിച്ചാൽ പറഞ്ഞു വരും. അപ്പൊ നമ്മളെ ചിക്കനും ബീഫും ബിരിയാണി വന്നിട്ട് 2 ദമ്മാണ്. ചിക്കനിൽ ഒരു ലെഗ് പീസാണ്, ഒരു പീസാണ് കേട്ടോ, 70 രൂപ. എൻ്റെ കൂടെ അച്ചാറുണ്ട്, ഉള്ളി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബീഫ് ബിരിയാണി. ഇതിന് ക്വാണ്ടിറ്റി കണ്ട അത്ഭുതപ്പെട്ടു, അത്ര ക്വാണ്ടിറ്റിയാണ്. പാർസൽ ഇവിടെ ചെമ്പുകാലിയായി. ബീഫിലിതാ 1 തെറിയാണ് കേട്ടോ. എത്ര പീസ് ഉണ്ട് നോക്കാൻ, 70 രൂപയാണല്ലോ. അതുകൊണ്ടാണ് 3 പീസ് ഉണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഭാഗ്യം പോലെ ഉണ്ട്, അവരിടുന്ന ആ ഒരു ടൈമിലുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മസാലയൊക്കെ ഉണ്ട്, റൈസ് ഇഷ്ടം പോലെ ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. റൈസൊക്കെ അടിപൊളി റൈസാട്ടോ. ചിക്കനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട്. ഒരു അച്ചാറ് ചിലവർക്കൊക്കെ ഉണ്ടാവും ഈ പൊരിച്ച് മസാല ആക്കിയിട്ട് ദം ചെയ്തിട്ടുള്ളത് വളരെ അപൂർവം. നമുക്ക് ബീഫിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് വെസ്റ്റാക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് റൈസും ചേർത്ത് കഴിച്ചോട്ടെ. കാരണം അത്രയും നമ്മൾക്ക് ഒരാളിനെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല, അത്രയും ക്വാണ്ടിറ്റിയാണ്. ഒരു ബിരിയാണി തന്നെ ഒരാൾ കഴിച്ചാൽ ഫുള്ളാവും. ബീഫിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ നമ്മൾ. എപ്പോഴും ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ബീഫ്, അതാണ് അതിൻ്റെ ടോപ്പ് ലെവല്. നല്ല സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ബീഫ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. മനുഷ്യൻ്റെ ബിസിനസ് തന്ത്രം പറഞ്ഞാൽ കച്ചവടം കൂട്ടിയിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടി.